ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ്, ലേണേഴ്സ് ടെസ്റ്റിൽ എന്താണ് ഈ ക്യാപ്ച എന്നുള്ളത്. ക്യാപ്ച എന്ന് പറയുന്നത് പൊതുവേ പറയുവാണെങ്കിൽ നമ്മളൊരു എക്സാം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ റോബോട്ടല്ല എന്നറിയാൻ വേണ്ടി നമുക്കത് തിരിച്ചറിയാൻ പറ്റും എന്ന് ഉള്ള ആ ഒരു ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ക്യാപ്ച. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അതേപോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഏതൊക്കെ ലെറ്റേഴ്സാണ് ഏതൊക്കെ നമ്പേഴ്സാണ് എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പറ്റും. സൈറ്റ്സിലും എല്ലാത്തിലും അതുപോലെ തന്നെയാണ്, ലേണേഴ്സ് ടെസ്റ്റിലും അതുപോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ക്യാപ്ച കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. 3 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ തന്നെ ക്യാപ്ച വരുന്നതാണ്. അത് ശരിയാക്കി കഴിഞ്ഞാലാണ് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. അത് ചെറിയ പാടാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. പിന്നെ എന്താണാവോ കമ്പ്യൂട്ടറൊന്നും അറിയാൻ പാടില്ല എനിക്ക് എന്നൊന്നും വിചാരിക്കേ വേണ്ട. IT ഫീൽഡ് അല്ലാത്തവർക്കും സിമ്പിളായിട്ടുള്ള നോളജ് മാത്രം മതി നമുക്ക്. ഓക്കെ, സിമ്പിൾ നോളജ് മാത്രം മതി. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാവേ. നമ്മൾ ലേണേഴ്സ് ടെസ്റ്റിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് മൗസും അതുപോലെ തന്നെ കീബോർഡും ആണ്. അതിനകത്ത് ആൻസർ ഫില്ലപ്പ് ചെയ്യാനും ക്യാപ്ച ഫില്ലപ്പ് ചെയ്യാനായിട്ടും കീബോർഡ് വളരെ പ്രധാനമാണ്. അപ്പോൾ കീബോർഡിൽ കുറച്ച് ഫങ്ഷൻസ്, അതായത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാം. ലെറ്റേഴ്സ് എവിടെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ലെറ്റേഴ്സ് നോക്കുക. പിന്നെ നമ്പേഴ്സ് നമ്മുടെ റൈറ്റ് സൈഡിൽ ആ നമ്പേഴ്സ് കണ്ടോ, അതിനകത്ത് ഞെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. നമ്പേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഞെക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ലെറ്റേഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ലെറ്റർ ആദ്യം എൻ്റർ ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ആണ് വരുന്നതെങ്കിൽ ആ CTRL എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മുകളിലൊരു ആരോ കണ്ടോ, അവിടെ അത് ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് ഞെക്കിയിട്ട് നിങ്ങൾ ഏത് ലെറ്ററാണ് ഉപയോഗിക്കുന്നത്, A ആണെങ്കിൽ A അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ എൻ്റർ ചെയ്യുമ്പോൾ വെറുതെ ആ ഒരു ലെറ്റർ അടിക്കുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ലെറ്റർ ആണോ വരുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ ആക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ആ മുകളിലേക്കുള്ള ആരോ പ്ലസ് ഏതാണോ ആ ആരോ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഏത് നമ്പർ പോയിട്ട് ഏത് ലെറ്ററാണോ അടിക്കേണ്ടത് അത് ഞെക്കുക. അപ്പോൾ അത്ര ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഷിഫ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ CTRLൻ്റെ മുകളിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, അതാണ് ഷിഫ്റ്റ്. സാധാരണ അവിടെ ആരോ മാത്രമല്ല ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് എഴുതാറുമുണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിലും ഉണ്ട്. റൈറ്റ് സൈഡിലും CTRLൻ്റെ മുകളിൽ കണ്ടോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിക്കുന്നുണ്ടോ, ആ ഒരു മുകളിലേക്കുള്ള ആരോ. ഓക്കെ, അത് ഞെക്കിയിട്ട് നമ്മൾ ലെറ്റർ ഞെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ നമ്മളുടെ റൈറ്റ് സൈഡിൽ നമ്പേഴ്സൊക്കെ എഴുതിക്കുന്നുണ്ടോ, 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞ് നമ്പേഴ്സ് എഴുതിയിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ക്യാപ്സ് ലോക്കിൻ്റെ ഇത് ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടോ ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലൈറ്റ് തെളിഞ്ഞിരിക്കും. പിന്നെ നമ്മൾ അപ്പോൾ മൗസിൻ്റെ കാര്യമാണ് ഇനി അറിയേണ്ടത്. മൗസിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ആ ഒരു ബട്ടൺ കണ്ടോ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്, ഇതിന് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഒരു ആരോ വരുമല്ലോ, ഏത് ആൻസറാണ് ഇതാക്കുന്നത് എന്നുള്ള ആരോ വന്നിട്ട് സബ്മിറ്റ് ബട്ടണിൽ നമ്മൾ ഞെക്കണത് ഈ മൗസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞെക്കേണ്ടത്. പിന്നെ ഈ മൗസിൻ്റെ ആ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാൻ പാടാത്തവർക്കാണ് പറഞ്ഞു തരുന്നത്. ഈ മൗസിൻ്റെ ഒരു നടുക്കായിട്ടൊരു ടയർ പോലത്തെ ഒരു സംഭവമുണ്ട്, ഈ കളിപ്പാട്ടത്തിൻ്റെ ടയർ പോലത്തെ. അപ്പോൾ നമ്മളുടെ ചോദ്യങ്ങളൊക്കെ വലുതാണ് എങ്കിൽ നമ്മൾ ഈ ടയർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് തന്നെ ഇങ്ങനെ കളിക്കണ പോലെ ഇങ്ങനെ നീക്കുവാണെങ്കിൽ ആ ചോദ്യങ്ങളുടെ താഴെ വരെ നമുക്ക് എത്താനായിട്ട് പോകും. ചോദ്യങ്ങൾ വലുതാകുമ്പോൾ പേജിൻ്റെ ഇച്ചിരി വലുപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ അടിയിലായിരിക്കും. ഈ സബ്മിറ്റ് ബട്ടണൊക്കെ നമുക്ക് ആദ്യം തുറന്നു വരുന്ന പേജിൽ കാണണമെന്നില്ല. അപ്പോൾ ഈ ടയറിൽ ജസ്റ്റ് നമ്മളുടെ അടുത്തേക്ക് ഒന്ന് ഉരുട്ടുക, അപ്പോഴത്തേക്കും അത് സബ്മിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മളത് സെലക്ട് ചെയ്യുക, ആരോ വരുമ്പോൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ഇതാക്കുക. ഇതിന് വലിയതായിട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ സാധാ
ഇത് കീബോർഡും മൗസും എന്താണെന്ന് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിന് വലിയ കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ വലിയ പരിജ്ഞാനമൊന്നും വേണ്ട. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. ഇനി പറയാൻ പാടില്ലാത്തവർ ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നോട് ചോദിച്ചവരുണ്ട്, കമ്പ്യൂട്ടർ IT ഫീൽഡ് അല്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക, കമ്പ്യൂട്ടറിനെ പറ്റി ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. എന്താണ് കീബോർഡിൽ എവിടെയാണ് ലെറ്റേഴ്സ്, അതിപ്പോൾ ജസ്റ്റ് ആ ഒരു ഇമേജ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ലെറ്റേഴ്സ് എവിടെയാണ്, പിന്നെ നമ്പേഴ്സ് എവിടെയാണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ക്യാപ്ച എന്ന് പറയുന്നത് ഇതുപോലത്തെയാണ്. ഓക്കെ, ഇങ്ങനെ വരാം, അതുപോലെ തന്നെ ഇങ്ങനെ വരാം, പിന്നെ ഇതുപോലെ വരാം. ക്യാപ്ചയുടെ സാധാരണ വെബ്സൈറ്റിലെ എക്സാമ്പിൾസാണ് കാണിക്കുന്നത്. നിങ്ങളിത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ടീച്ചറാ ക്യാപ്ച ഇതാണോ, എങ്ങനെ ഞങ്ങൾ തിരിച്ചറിയും, മൊത്തം തെറ്റിപ്പോലോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കേ വേണ്ട. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ക്യാപ്ച സാധാരണ വരും. ഇതുപോലെ ഇങ്ങനെ കർസീവായിട്ടൊക്കെ വരും. പക്ഷേ നമ്മളുടെ ക്യാപ്ച എന്ന് പറയുന്നത്, അതായത് ലേണേഴ്സ് ടെസ്റ്റ് വരുന്ന ക്യാപ്ച ദാണ്ടേ ഇതുപോലെയാണ്. ഓക്കെ, എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ പ്ലസ് മറ്റേ നമ്പേഴ്സും ആയിരുന്നു, എനിക്ക് മിക്സഡ് ആയിട്ടായിരുന്നു വന്നിരുന്നത് ക്യാപ്ച. പിന്നെ ഇതിൻ്റെ താഴെയാണ് ടൈപ്പ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സ് വന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ആ മുകളിൽ എഴുതിക്കുന്നതെന്തോ അതുപോലെ തന്നെ താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ലേണേഴ്സ് ടെസ്റ്റിൽ വന്നിട്ട് ഈ ഒരു ക്യാപ്ചയുടെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ഒരു ബോക്സ് ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മൗസ് കൊണ്ടുപോയി ആരോ അവിടെ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ആ ഒരു ക്യാപ്ച എന്താണോ നമുക്ക് വായിക്കാൻ പറ്റാവുന്നത് തന്നെയാണ്. സിമ്പിളാണ്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. സിമ്പിളായിട്ടുള്ള ക്യാപ്ചയാണുള്ളൂ. ക്യാപ്ച കൃത്യമായിട്ട് പൂരിപ്പിക്കുക. പിന്നെ ക്യാപ്സ് ലോക്കിൻ്റെ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആണോ വരുന്നത്, സ്മോൾ ലെറ്റർ ആണോ നമ്മൾ എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കുക. ക്യാപിറ്റൽ ലെറ്ററാണ് ക്യാപ്ചയിൽ കൊടുത്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മൾ കീബോർഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ചിലപ്പോൾ ക്യാപ്സ് ലോക്ക് ഓണാവാമോ ഓഫാവാം. ഇനി അത്രയും അറിയാൻ പാടില്ല. ഇപ്പോൾ ക്യാപ്സ് ലോക്ക് ഓണാണോ ഓഫാണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് അറിയില്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് കീബോർഡിലെ ഒരു ലെറ്റർ ഈ ഒരു ബോക്സിനകത്ത് ആ ഒരു ആരോ കൊണ്ടുവന്ന് വെച്ച് മൗസ് ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലെറ്റർ എൻ്റർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ക്യാപിറ്റലാണോ സ്മോളാണോ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് സ്മോളാണ് വരുന്നത് എങ്കിൽ, നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആണ് ക്യാപ്ചയിൽ കൊടുത്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ CTRLൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട്. ആ ഒരു ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ആ ഒരു കീബോർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. CTRLൻ്റെ മുകളിൽ തന്നെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു മുകളിലേക്ക് ഒരു ആരോ കൊടുത്തിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിനകത്ത് ഞെക്കി തന്നെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലെറ്റർ എൻ്റർ ചെയ്യുക. അപ്പോൾ അത് സ്മോൾ ലെറ്ററിൽ നിന്ന് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറുന്നതായിരിക്കും. ക്യാപ്സ് ലോക്ക് ഓൺ ഓഫ് അറിയാൻ പാടാത്ത ആൾക്കാർക്കാണ് പറയുന്നത്. അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ഓഫൊക്കെ ആയിട്ട് ഇതാക്കാം. അറിയാൻ പാടാത്തവർ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. വെറുതെ കൂടുതൽ പരീക്ഷണത്തിനൊന്നും നിൽക്കണ്ട. വെറുതെ നമ്മുടെ ടൈം കളയും. ഒന്നാമത് നമ്മൾ ക്യാപ്ചർ എൻ്റർ ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കും. ഒന്നാമത് 30 സെക്കൻഡാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.